ഇപ്പം 2-3 ദിവസമായിട്ട് ഞങ്ങളുടെ രാത്രി ഉറക്കം വരുന്നത് 2-2:30 കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ 11-11:30 അങ്ങനെയൊക്കെ ആവും. രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു സെക്ഷനാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറയും. ഞാൻ എന്തൊക്കെയോ വായി തോന്നിയത് പറയും, അവനും എന്തൊക്കെയോ ബബ പറയും. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ടി വി ഒക്കെ ഓണാക്കി പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അവനും പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. ഇപ്പോൾ ഉറങ്ങാനും വേണ്ടി പാട്ട് പാടി കൊടുക്കണം. ഒന്ന് കരഞ്ഞ് ഏതെങ്കിലും പാട്ട് ഒക്കെ താരാട്ടുപാട്ട് പോലൊക്കെ പാടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ കരച്ചിലൊക്കെ നിർത്തും ഇടയ്ക്ക് കുറച്ചൊരു എക്സ്ട്രീം ലെവലിൽ ഇരിക്കുകയാണെങ്കിൽ അതൊന്നും വർക്കൗട്ട് ആവില്ല. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കുളി സെക്ഷനാണ്. ഇത് ഞങ്ങളുടെ പുതിയ ചീപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം സുന്ദര കുട്ടപ്പനായിട്ട് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉറക്കമുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി ക്രീമൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും കൂട്ടുവായി ഇടാൻ തുടങ്ങും. ചില ദിവസങ്ങളിൽ നന്നായിട്ട് ഉറങ്ങിക്കോളും. ആ ഡീപ്പ് സ്ലീപ്പ് രാത്രിയത്തെ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പകലുറക്കം ഒരു 1/2 hour, ഒരു 3/4 മണിക്കൂർ അതൊക്കെയാണ് കേട്ടോ മാക്സിമം കണ്ടത്. ഞങ്ങൾക്ക് കൂട്ടുവായൊക്കെ വന്നു, ഉറക്കം കിടത്തിയതാണ് ഞാൻ. കണ്ടോ പിന്നെയും കളി തുടങ്ങി. അപ്പം ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, എത്ര ഉറക്കം വന്നു കഴിഞ്ഞാലും അത് പെട്ടെന്ന് പോവും. പിന്നെ ഞങ്ങൾ പിന്നെയും കളി തുടങ്ങും. ഇങ്ങനെ അവനെ നോക്കി വർത്താനം പറഞ്ഞാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പുള്ളി ഇങ്ങനെ അതിനോട് റിയാക്ട് ചെയ്ത് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് അങ്ങനെ കിടന്നോളും, അലമ്പൊന്നുമില്ല. പക്ഷെ അവനെ മൈൻഡ് ചെയ്യാതെ നമ്മൾ അല്ലാതെ വേറെ എന്തെങ്കിലും സംസാരിച്ചാലാണ് അപ്പോൾ പുള്ളിക്ക് വേഗം ബോറടിക്കും, കരയും. അങ്ങനെയൊക്കെയാണ് കേട്ടോ പരിപാടികൾ. ഇത് കഴിഞ്ഞിട്ട് ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് നേരം മ്ലാനമായിട്ടിരിക്കും. പിന്നെ ഇത് ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് കളി ഇത് ഈ പ്ലേ ജിമ്മിലാണ് കേട്ടോ. ഇതിനങ്ങനെ തന്നെയാണ് പറയാമെന്നാണ് തോന്നണേ. അത് കുറേ മുന്നേ അവൻ ജനിച്ച സമയത്ത് ഞങ്ങൾക്ക് എന്ത് ടോയ്സാണ് വാങ്ങിക്കേണ്ടതെന്ന് അറിയാത്ത സമയത്ത് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പം വാങ്ങിച്ചായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും അങ്ങനെ കളിക്കാനായില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇതിൽ മെയിൻ കളി എന്താണെന്ന് വെച്ചാൽ തൂങ്ങി കിടക്കുന്ന സാധനമൊക്കെ എടുത്ത് കടിക്കാൻ നോക്കും. ഇതൊക്കെ എടുത്ത് വലിച്ചൂരാൻ നോക്കും. പക്ഷെ കിട്ടാത്തപ്പം ഒരു സമയത്ത് കരയും. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ മെയിൻ കലാപരിപാടികൾ എന്ന് പറയുന്നത്. അപ്പം ഇപ്പം മെയിനായിട്ട് കളിക്കാറുള്ളത് ഇപ്പോൾ ഞാനൊരു കാറ് കണ്ടായിരുന്നില്ലേ, അതും ഇത് ഈ പ്ലേ ജിമ്മുമാണ്. കുറേ സമയമൊക്കെ അങ്ങനെ അതിലിരുന്നോളും. പിന്നെ ഞങ്ങൾ ഡാൻസും പാട്ടും എല്ലാ കലാപരിപാടികളായിട്ട് അതാണ് ഞങ്ങളുടെ ഒരു ദിവസം വരുന്നത്. ഞാനും അവനും അല്ലേ ഉള്ളൂ. ഇപ്പം ശ്രീതാട്ടൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് വേണം